ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ പാചകം എൻ്റെ ആണെങ്കിലും പാചകം ചേട്ടൻ്റെ ആണ്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാമേ. അപ്പോൾ നമ്മുടെ സോയാബീൻ ആദ്യം തിളച്ച വെള്ളത്തിലേക്കൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളത് വേവിച്ച് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് നമ്മളത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉരുളിയൊക്കെ അടുപ്പ് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ തേങ്ങ തോത്തൊക്കെ ഇട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ചേറെ കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിന് വേണ്ടിയാണ് കൊച്ചുള്ളി ഏറെ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാല ഒന്ന് നന്നായിട്ട് പിടിക്കണം. നമുക്ക് ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾക്ക് കുറേശ്ശെ ഇച്ചിരി ഉപ്പോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഒന്നുകൂടെ. അപ്പം നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളി നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.